ഏതോ ഗുരു ഗുരു എന്ന് പറയില്ലേ, ആ പഴച്ചവനാണ് പോലീസിന് വിവരം കൊടുത്തത്. എന്താടാ ഗുരുകുലത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നേ? എടാ അണ്ണാച്ചിയോട് പറഞ്ഞു കൊടുക്കടാ, അന്ന് എല്ലാത്തിനും ഇടിച്ചോടിച്ചില്ലേ, അവൻ തന്നെ ആ ഗുരു എന്ന്. അവൻ തന്നെയാ നമ്മളെ വെട്ടി ഒരുത്തിനെ രക്ഷപ്പെടുത്തി രക്തം കൊടുത്ത് പോലീസിൽ ഏൽപ്പിച്ചില്ലേ? എനിക്കവനെ കാണണം ഇന്ന് തന്നെ. എന്നാ നോക്ക്, ഞാൻ അവനെ കാണുമ്പോൾ അവൻ എന്നെ കാണാൻ പാടില്ല. അവനെ ശവമായി കൊണ്ടുപോവാ. അന്ന് നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു പോയതല്ലേ, എന്നിട്ട് എന്തായി? തിരിച്ചു വന്നില്ലേ? അവന്റെ തല്ലും മേടിച്ചോണ്ട് ഞാൻ പോകാളയാ. എന്താടായി പറയുന്നേ? നിന്റെ ചേച്ചിയോട് ആര് സമാധാനം പറയും? അതെല്ലാം ഞാൻ തന്നെ വന്ന് പറഞ്ഞോളാം. ഏയ്, ചാക്കിനുള്ളിൽ ഇരുമ്പ് വെച്ച് കെട്ടില്ലേ, അതുപോലെ ഭദ്രമായി കെട്ടിക്കൊണ്ടുപോവാ. പോ. വരുമ്പോ കുളിക്കാൻ വെള്ളം ചൂടാക്കി വെക്ക്. ഗുരു, ചന്ദ്രക്കനിയുടെ അളിയ മടിവാളുമായിട്ട് വരുന്നു. എന്റെ അളിയനെ ചോദിച്ച നിന്നെ ഞാനൊന്ന് കൊല്ലുവിടാ. തല പോലെ വരുമോ, തല പോലെ വരുമോ, തല പോലെ വരുമോ, തല വരുമോ, തല പോലെ വരുമോ, തല പോലെ വരുമോ, വെള്ളത്തേവനെ പോലിരുന്നതാ. ജയിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്, പക്ഷെ മരിച്ചാണല്ലോ വന്നത് അണ്ണാച്ചി. നമ്മുടെ ട്രാവലറിൽ പോയതാവൻ നടുക്കടലിൽ വീണ് നീന്തിയിട്ടുണ്ട്, തെരയടിച്ചിട്ടുണ്ട്. അങ്ങനെ മരിച്ചേ. അടിച്ചത് തെരയാണെന്ന് ഉറപ്പാണോ? നിങ്ങളുടെ FIR-ൽ എഴുതിയിട്ടില്ലേ, തെര തന്നെ അടിച്ചതെന്ന് എഴുതി കേസ് അവസാനിപ്പിക്ക. മനസ്സിലായ? ഇപ്പൊ മനസ്സിലായി അണ്ണാച്ചി. വരട്ടെ അണ്ണാച്ചി. ഒന്നവനെ അറിയാം, പിന്നെ അങ്ങ് പറഞ്ഞാ പോരായിരുന്നു അണ്ണാച്ചി. അപ്പൊ തന്നെ പോലീസിനോട് ആ ഗുരുവാ ചെയ്തെന്ന് പറയോന്ന് വിചാരിച്ചു. അവൻ പോലീസ് കേസിൽ പെടാൻ പാടില്ല. ഈ തുപ്പൽ ഉണങ്ങുന്നതിന് മുൻപ് അവന്റെ തല എനിക്കെടുക്കണം. ആ ഓടുന്നവനല്ലേ, അവൻ ഗുരുവിന്റെ ആളാ. പിടിക്കവനെ. നിന്നോടാ ചോദിച്ചു. അവനെ പിടിക്കേ, അവനെ പിടിച്ചോ. ഗുരു, അയ്യോ ഗുരു, ഗുരു നീ എവിടെയാ? ഗുരു എവിടെയാ? ഗുരു, എന്താടാ? ഗുരു, ഗുരു ഓമനക്കുട്ടനെ വെട്ടിയടാ. തൂത്തുക്കുടി മുഴുവൻ വളഞ്ഞിരിക്കുവാടാ സമുദ്രക്കനിയുടെ ആളുകള്. എടാ, ഇവിടുന്ന് ട്രോളർ തിരിച്ച് എങ്ങനെങ്കിലുമൊക്കെ ഓടുവഴിയെ കേരളത്തിലേക്ക് കടക്കാമടാ. മജീദ് ഭായി വിളിക്കടാ, നമ്മുടെ ദുബായിക്ക് വിടുമടാ. പോടാ പൊട്ട. നാട് വിട്ട് നാട് തോറും ഓടാൻ ഞാൻ ആരും കൂലിക്കാരനല്ല, കൂലി കൊടുക്കുന്നവനാ. രമണ, ഇത് തന്നെ ശരിയായ സമയം. എനിക്ക് കിട്ടേണ്ട കൂലി ബാക്കിയുണ്ട്, അത് മേടിക്കാൻ പോകുക ഞാൻ. ആട്ടെ, എന്റെ ഇരട്ട സഹോദരൻ വന്നപ്പോ കോവിൽപ്പെട്ടി ആശുപത്രി രക്തം കൊടുത്തില്ലേ? അപ്പൊ അഡ്രസ്സും കൊടുത്തു കാണുമല്ലോ. കൊടുത്തു കാണും. സ്വപ്ന, കൈ ചുരുട്ടിച്ച പഴയ തുണി തന്നെ കാർ തുടക്കട്ടെ. അതിന് പഴയ തുണി ഇത്. അയ്യോ, ഇവിടെ ഒരു പഴയ തകരപ്പാട്ട് വെച്ചിരുന്നല്ലോ. നിന്റെ കയ്യിലിരിക്കുന്നു. ജീവാ. അയ്യോ സ്വപ്ന, സ്വപ്ന, ആ പഞ്ചറായ ജീപ്പ് കൊണ്ട് എടുത്തോണ്ട് പോ. ജീവോട് പറയട്ടെ. എന്തിനാ സ്വപ്ന കരയുന്നേ? നോക്ക് ജീവ, ഈ നായക്കുട്ടിയെ പഴയ തുണി തകരപ്പാട്ട പഞ്ചറായ ജീപ്പ് എന്നൊക്കെ പറഞ്ഞ അമ്മമാര് കളിയാക്കുവാ. എന്താടാ അങ്ങനെ പറഞ്ഞേ? തല്ലി കൊല്ലുന്നില്ല ഞാൻ. ആ സ്വപ്ന, ആ കുട്ടിക്കൊരങ്ങനെ എങ്ങനെയാ? അയ്യോ അയ്യോ, ഹലോ, ജീവ സാറുണ്ടോ? ഈശ്വര, എന്നെ ഓർമ്മയുണ്ടോ? തൂത്തുക്കുടിന്നാ വിളിക്കുന്നേ. ആരെന്ന് മനസ്സിലായില്ല. വെട്ടുകൊണ്ട് എനിക്ക് രക്തം നിന്ന് രക്ഷിച്ചില്ലേ? എനിക്കിത് പുനർജന്മമല്ലേ? അതെ, എങ്ങനെ ഇരിക്കുന്നു? ഈശ്വര,
നിങ്ങളുടെ കാരണം കണ്ടാ ഞാൻ ജീവിച്ചിരിക്കുന്നത്. എന്റെ കല്യാണമാണ്. നിങ്ങൾ വന്ന് എന്നെ അനുഗ്രഹിക്കണം. ശരി, ഞാൻ വരാം. എപ്പോഴാ കല്യാണം? കല്യാണം നാളെയാണെന്ന് പറ. നാളെ 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 രാവിലെ. നാളെയാണോ? ഓ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആ പെണ്ണ് വീട്ടുകാരെ എതിർത്തപ്പോ വിഷം കഴിച്ചു. രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാ. ശരി, ഞാൻ എന്റെ കൂട്ടുകാരായിട്ട് വരാം. അടിച്ചു പൊളിക്കാം. ഓ, അയ്യോ, നിങ്ങൾ ഒറ്റയ്ക്ക് വന്നാ മതി. ഇത് രഹസ്യ കല്യാണോ? ശരി, രാത്രി പുത്തുനഗർ എക്സ്പ്രസ് കയറി ഞാൻ മാത്രമായിട്ട് വരാം. നിങ്ങൾ കോയിൽപ്പട്ടിയിൽ ഇറങ്ങിക്കോ. അവിടെയാണ് കല്യാണം. ഉറപ്പായിട്ടും വരാം. ഒന്ന് മാത്രം മനസ്സിലാവുന്നില്ലേ, എന്തിനാ അവനെ വരുത്തുന്നേ? ഞാൻ പറയാം. അമ്മേ, ഞാൻ തൂത്തുക്കുടിക്ക് പോയിട്ട് വന്നിട്ട് അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. നീ എന്ത് പറയാൻ പോകുന്നോ എന്തോ. ശരി, നീ സന്തോഷമായി പോയി സന്തോഷമായി തിരികെ വാ. ശരി അമ്മേ. അയ്യോ, എന്തായി കാണുന്നേ? ഒറിജിനൽ പോലെ തന്നെയാണല്ലോ. ഗുരു, എന്താ ഇത്? ഞാൻ ഈ കാണുന്നതൊക്കെ സത്യമാണോ? അജയനും വിജയനും പടത്തിലെ പ്രേം നസീറിനെ പോലെ ഉണ്ടല്ലോ. എന്താ നിന്റെ സൗകര്യം നിന്നെ പോലെ തന്നെയാണല്ലോ. പൊട്ട, എന്റെ ഇരട്ട എന്നെ പോലെ അല്ലാതെ പിന്നെ നിന്നെ പോലെയാണ് ഇരിക്കേണ്ടത്. അല്ലടാ എന്റെ ഇരട്ടെ. നീ പറഞ്ഞ പോലെ ഫോൺ ചെയ്ത് ഇരട്ടയെ വരുത്തി. ഇനി എന്താടാ ചെയ്യാൻ പോകുന്നേ? സമുദ്രക്കനെ അറിയിച്ചിരുന്നു അവന് എന്നെ കാണണമെന്ന്. എന്താടാ കളിക്കുന്നോ? അന്ന് തന്നെ പോയി കയ്യോ കാലോ പിടിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടായിരുന്നു. ഇനി പോയിട്ട് ഒരു കാര്യമില്ല. ഏയ്, തല ഇവിടെ തന്നെ ഉണ്ടാവും. എന്നാ ഞാൻ അവന്റെ അടുത്തെത്തണം. ഓ, അതാണല്ലേ. ഇപ്പഴാ മനസ്സിലായത്. ഗുരു, എനിക്കൊരു പരിധിവരെ നിന്റെ ദേഷ്യവും സങ്കടമൊക്കെ മനസ്സിലാവും. നിന്നെ കണ്ടത് എനിക്ക് വളരെ സന്തോഷമായി. ഇന്നേക്ക് 15-ാം നാൾ നമ്മുടെ ബർത്ത്ഡേ വരിക. നിന്നെ കൂട്ടിക്കൊണ്ട് ചെന്നാല് അമ്മയ്ക്കും വലിയ സന്തോഷമാവും. അവരെ പറ്റി നീ പറയരുത്. നീ പറഞ്ഞ 15 ദിവസം ഞാൻ നീയായിട്ട് അവിടെ പോകാൻ പോവാ. നിന്റെ അമ്മയെ ഭ്രാന്തിയാക്കി വഴിനീള ഓടിക്കാൻ പോയോ? അപ്പൊ ഞാനോ? നീ ഞാനായി മാറി ഇവിടെ ചാകാൻ പോവല്ലേ? രമണ, ഇവന് ട്രേസ്പുരം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങളെ എതിർത്ത് ഗുരു വളരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് മയക്കുമരുന്ന് കൊടുത്ത് പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് സമുദ്രക്ക് എനിക്ക് ഫോൺ ചെയ്യും. ഭയങ്കര ബുദ്ധി തന്നെ നിനക്ക്. അയ്യോ രമണ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്നെ ദത്തു കൊടുത്ത് 22 വർഷം എന്റെ ഉറക്കം കെടുത്തി ചെന്നായെന്ന്? ആ സ്ത്രീയായത്. ഗുരു ഗുരു, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് പ്ലീസ്. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു, അമ്മയെ വിട്ടേക്ക്. എന്റെ രൂപം കൊണ്ടിരുന്നിട്ട് കെഞ്ചാതറ, എന്റെ ബഹുമാനം നഷ്ടപ്പെടും. ഛേ, എന്താ ഇത്? മരിച്ചാ പോലും നമുക്ക് ഒന്നിക്കാൻ കഴിയില്ല. കാരണം നീ സ്വർഗത്തിലും പോവും, ഞാൻ നരകത്തിലേക്കും പോവും.